പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബ്രേക്കിംഗ് ഈ വാർത്താ പ്രഭാതത്തിന് ചൂട് നൽകാൻ സന്ദീപ് തണുപ്പുള്ള ഇടുക്കിയിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. വളരെ തണുപ്പുള്ളൊരു പ്രഭാതമാണ്. ഇടുക്കിയിൽ നല്ല തണുപ്പാണെന്നറിയാം. സന്ദീപ്, ഇടുക്കിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ തണുപ്പുണ്ട്. എന്താണ് ഇടുക്കിയിലെ മൊത്തത്തിലൊരു കാലാവസ്ഥ എന്താണ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിങ്ങിലേക്ക് വരാം. ചൂട് പിടിപ്പിക്കുന്ന ബ്രേക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായിട്ടും ചൂടുപിടിപ്പിക്കുന്ന ബ്രേക്കിംഗ് ആണ്. എന്നാൽ ഈ രാവിലെ ഇടുക്കിയിൽ നല്ല തണുപ്പാണ്, നല്ല മഞ്ഞും കോടയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 9 മണി 9:30 കഴിയുമ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ അങ്ങ് മാറും. പിന്നെ മൊത്തത്തിൽ ഒരു ചൂടാകുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഇടുക്കിയിലുള്ളത്. കാര്യം ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് ഉണ്ടാകുന്നതെങ്കിലും അത്ര നല്ല തണുപ്പല്ല, ചൂട് തന്നെയാണ് എന്ന് വേണം പറയാൻ. ഓക്കെ, ഇനി നമുക്ക് വാർത്താ ചൂടിലേക്ക് വന്നാൽ എന്താണ് ഇന്ന് സന്ദീപിന്റെ കയ്യിലുള്ള ബ്രേക്കിംഗ്? ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഏറെ ഇതിനു മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസായിരുന്നു വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയായിരുന്ന അർജുനെ കുറ്റവിമുക്തനാക്കിയ കാര്യം. ആ കാര്യത്തിൽ ഇന്നലെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു. സർക്കാർ അപ്പീൽ നൽകുകയും ഈ അർജുൻ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഈ വിചാരണ കോടതിയിൽ ഹാജരായി നേരിട്ട് ഹാജരാക്കണമെന്ന നിർദ്ദേശം, 10 ദിവസത്തിനുള്ളിൽ നേരിട്ട് ഹാജരാക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നൽകുന്നത് അർജുൻ കേരളത്തിലില്ല എന്ന പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർജുൻ ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോഴും അർജുൻ കേരളത്തിലില്ല, തമിഴ്നാട്ടിൽ എവിടെയോ ആണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അന്വേഷിച്ചിടത്തോളം ഈ കേസ് വിധി വന്നതിന് ശേഷം അർജുൻ ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ നിരവധി തവണ ഈ അർജുൻ്റെ അഡ്വക്കേറ്റ് അടക്കം ബന്ധപ്പെട്ടിരുന്നു ഹൈക്കോടതിയെ നേരിട്ട് ഇക്കാര്യങ്ങൾ അറിയിക്കണം, ബോധ്യപ്പെടുത്തണം എന്ന തരത്തിൽ. എന്നാൽ അതിനൊന്നും അർജുൻ തയ്യാറായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് കോടതി ലാസ്റ്റ് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള വിധിയിലേക്ക്, ഇല്ലെങ്കിൽ ശക്തമായ ഇടപെടലിലേക്ക് പോകുന്നത്. ഈ 10 ദിവസത്തിനുള്ളിൽ ഹാജരായില്ല എങ്കിൽ പിന്നെ തുടർ നടപടികളിലേക്ക് കടക്കും, അറസ്റ്റ് ഉണ്ടാകും. അത് പിന്നീട് വീണ്ടും ചിലപ്പോൾ റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊന്നും ഭയപ്പെടുന്നില്ല എന്ന ഒരു നിലപാടിലാണോ അർജുൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കോടതി വിധി വന്നതിന് ശേഷം മറ്റൊന്നിനെയും ഭയക്കാതെയായിരുന്നു ഇയാളുടെ ഒരു നടപ്പ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം അഡ്വക്കേറ്റിനോട് പോലും ആ തരത്തിലുള്ള ഒരു ഇടപെടലുണ്ടായി. അഡ്വക്കേറ്റ് നിരവധി തവണ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു, അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നും തയ്യാറാകാത്ത സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇക്കാര്യങ്ങൾ അഡ്വക്കേറ്റ് തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇക്കാര്യം 10 ദിവസത്തിനുള്ളിൽ അർജുൻ വിചാരണ കോടതിയിൽ ഹാജരാകുകയും മറ്റ് കാര്യങ്ങൾ പറയുകയും ചെയ്യണം എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും അർജുൻ നിലവിൽ കേരളത്തിലില്ല, ഇടുക്കിയിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ പണി വീണ്ടും നിലവിൽ ലഭിച്ചിട്ടില്ല ഡോക്ടർ അരുൺകുമാർ. നമുക്ക് അത്തരത്തിൽ അതിനു ശേഷം അവർ അത്തരത്തിൽ കുടുംബം, നമ്മുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല. കാരണം ഇവർ തമ്മിൽ ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സംഘടനകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവർ മാറി നിൽക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഈ അർജുൻ്റെ ബന്ധുക്കൾ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴും ഇവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അന്നു മുതൽ തന്നെ ഈ വിധി വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഹൈക്കോടതിയുടെ ഈ വിധിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അയാൾ ഇതൊന്നും അറിയാതെ നാട് വിട്ടു പോയതാണോ, അതല്ല അയാൾ ഇതിൽ ഭയന്നു പോയതാണോ? എന്താണ് സന്ദീപ് ഒരു നിരീക്ഷണം? എന്തോ അതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ സന്ദീപ്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വിധി വന്നതിന് ശേഷം അർജുൻ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അത് ഏറെക്കുറെയൊക്കെ അടുത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു നിലപാടിലേക്ക് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ തമിഴ്നാട്ടിലെത്തി ജോലി ചെയ്യുകയും പിന്നീട് അവിടെ നിന്ന് വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടത്തിയത്. അതുകൊണ്ടായിരുന്നു കുടുംബം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് തങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്, ഇത് കോടതിയിലേക്ക് എത്തുന്നില്ല, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല, സർക്കാരിന്റെ ഇടപെടലുകൾ വൈകുന്നു. അതിന്റെ കാരണം ആശങ്ക പ്രകടിപ്പിച്ചത് ഈ അർജുൻ തന്നെയാണ് പ്രതി എന്ന് കുടുംബം വിശ്വസിക്കുകയും അർജുൻ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസ് അവസാനിച്ചു പോകുമോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ കുടുംബത്തിന്. ഒപ്പം തന്നെ ആ ഒരു ആശങ്ക, അവരുടെ ഒരു ആശങ്ക
അത് ലക്ഷ്യമായിരുന്നു അർജുൻ്റെ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വിദേശത്തേക്ക് കടന്നാൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്കോ ഇല്ലെങ്കിൽ നിയമ നടപടികളോ വളരെ പെട്ടെന്ന് നേരിടേണ്ടി വരില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഈ 10 ദിവസം നിർണായകമാണ്. 10 ദിവസത്തിനുള്ളിൽ കോടതിയിൽ ഹാജരായില്ല എങ്കിൽ അത് നിയമ നടപടികളിലേക്ക് കുറെ കൂടി അർജുന് പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങും. ഈ അയാൾ പൊള്ളാച്ചിയിലുണ്ടാവുന്നൊക്കെ ചില പ്രേക്ഷകർ കമന്റ് ഇടുന്നുണ്ട്. ശരിയാണ്, പക്ഷേ പൊള്ളാച്ചിയിലാവാൻ സാധ്യതയില്ല. ഇടുക്കിയിൽ നിന്ന് ഇയാൾ പോകുമ്പോൾ മധുര തേനി വഴി എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവാം. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അർജുനുമായി ഞാനൊരു അഭിമുഖം നടത്തിയിരുന്നു. ഇയാളെ കുറ്റവിമുക്തനാക്കി തൊട്ടടുത്ത ദിവസം തന്നെ. ആ അഭിമുഖത്തിലൂടെ നിങ്ങൾ 1-2 തവണ പോയി നോക്കിയാൽ ചില കാര്യങ്ങൾ മനസ്സിലാവും. കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ വന്നിരിക്കുന്നതും അതിനുശേഷമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് അയാളുടെ വക്കാലത്തുമായിട്ട് നിന്ന് ആദിത്യൻ എന്ന് പറയുന്ന വക്കീല് അർജുൻ്റെ വക്കാലത്ത് ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ കേരളം വിട്ട് തമിഴ്നാട്ടിലാണ് എന്നാണ് നമ്മുടെ പ്രതിനിധി സന്ദീപ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തോ ഇല്ലേ എന്ന് പ്രേക്ഷകർ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. 10 ദിവസത്തിനുള്ളിൽ കട്ടപ്പന പോക്സോ കോടതിയിൽ ഈ അർജുൻ ഹാജരാകണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അസാധാരണമായ വിധിയാണ്. ഏതെങ്കിലും കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരാൾ പിന്നീട് അപ്പീൽ നൽകുന്ന സമയത്ത് കോടതിയിൽ വിചാരണ കോടതിയിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞു എന്ന് നമ്മൾ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ കടുത്ത നിലപാടിലാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അപ്പീൽ പോയി. ആ അപ്പീലിന് മറുപടി കൊടുക്കാൻ അർജുൻ തയ്യാറായിട്ടില്ല. അയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതല്ല, ബോധപൂർവം മാറി നിൽക്കുന്നു എന്നതാണ് ചില ആളുകൾ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ സംഭവം കുരുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അയാൾ ഒളിവിൽ പോയാൽ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇത്രയും കാലം ഈ അപ്പീൽ പോവുകയും ആ നടപടികളിലേക്ക് പോകുന്നതിലും സർക്കാർ വൈകിപ്പിച്ചോ എന്ന ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ആ കുഞ്ഞിന് നീതി കിട്ടണം. കോടതിയുടെ നിരീക്ഷണം ആ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതായിരുന്നു. അതൊക്കെ മാറ്റി ഇനി ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുന്ന സമയത്ത് ശക്തമായി തന്നെ വാദിച്ച് അർജുൻ കുറ്റവാളിയാണെങ്കിൽ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. നിങ്ങൾ അഭിമുഖം പറ്റുമെങ്കിൽ യൂട്യൂബിലുണ്ടൊന്ന് എടുത്തു നോക്കിയാൽ ആ സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നതിനകത്ത് എവിടെയൊക്കെയോ പതറിപ്പോകുന്നത് കാണാം. അത് ഞാനൊരു വിധിയിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും കോടതി കുറ്റമുക്തനാക്കിയ ഒരാളെ നമുക്ക് വിധിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ആ പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വായിച്ചെടുക്കാൻ സാധിക്കും.